ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് സീരീസിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് ഒട്ടും അറിയാത്ത, വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യണം, ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്ന ആളുകൾ എപ്പോഴും എന്നോട് പറയാറുള്ളൊരു പരാതിയാണ്, സാറേ സംസാരിക്കാനായിട്ട് വാക്കുകൾ കിട്ടണില്ല. ഓക്കെ, അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ നിന്ന് കുറച്ച് വീഡിയോസ് നമുക്ക് പുതിയ വാക്കുകൾ പഠിക്കാൻ വേണ്ടിയിട്ട് കൂടെ ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നമ്മൾ സെൻറ്റൻസസ് പഠിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ഉപയോഗിക്കാൻ സാധ്യതയുള്ള പോസിബിലിറ്റിയുള്ള കുറച്ച് ഇംഗ്ലീഷ് വാക്കുകൾ കൂടെ പഠിച്ചെടുക്കുക എന്നുള്ളത്. ഈ വീഡിയോ കാണുന്ന ചില ആളുകൾക്ക് ഈ വേർഡ്സ് ഒക്കെ അറിയാവുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ ഒപ്പം നമുക്ക് ഡെയിലി ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റുന്ന സെൻറ്റൻസസ് കൂടെ എക്സാമ്പിളായിട്ട് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ വേർഡ് പഠിക്കും, ഒപ്പം ആ വേർഡ് പ്രയോഗിച്ചിട്ടുള്ള ഒരു സെൻറ്റൻസ് കൂടെ നമ്മൾ ഉപയോഗിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി സമയം കളയണ്ട കേട്ടോ, നമുക്കിനി ആദ്യത്തെ വേർഡിലേക്ക് കിടക്കാം. ഓക്കെ, ഒന്നാമത്തെ വേർഡാണ് വേക്കപ്പ്. എന്താണ് വേക്കപ്പ്? ഓക്കെ, വേക്കപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഉണർന്നെണീക്കുക, എണീക്കുക എന്നുള്ളതാണ്. ഉറക്കം അവസാനിപ്പിച്ച് എണീക്കുക എന്നുള്ളതിനെയാണ് വേക്കപ്പ് എന്ന് പറയുക. ഓക്കെ, ഇപ്പം നമ്മൾ രാവിലെ ഉറങ്ങാണ്, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുറങ്ങാണ്, നമ്മൾ പറയും വേക്കപ്പ് വേക്കപ്പ് എന്ന് പറയും അല്ലേ. ഓക്കെ, എണീറ്റ് എന്ന് പറയും അല്ലേ. അപ്പോൾ ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? വേക്കപ്പ് എന്ന് പറയുക. ചിലരിങ്ങനെ മന്ദഗതിയിൽ ഇരിക്കുമ്പോഴും ആളുകൾ പറയും വേക്കപ്പ് വേക്കപ്പ് എന്ന് പറയും. ഓക്കെ, ഏതൊരു അവസ്ഥയിൽ നിന്നും എണീക്കുന്നതിനെ, ഉണർത്തെഴുന്നേൽക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? വേക്കപ്പ് എന്ന് പറയാം. ഓക്കെ, ഐ വേക്കപ്പ് അറ്റ് 6 o'clock എവ്രി ഡേ. ഓക്കെ, ഐ വേക്കപ്പ് അറ്റ് 6 o'clock എവ്രി ഡേ. ഞാൻ എല്ലാ ദിവസവും 6 മണിക്ക് എണീക്കുന്നു. ഓക്കെ, സെൻറ്റൻസ് ഒന്നുകൂടി പറയാം. ഐ വേക്കപ്പ് അറ്റ് 6 o'clock എവ്രി ഡേ. ഓക്കെ, ഞാൻ എല്ലാ ദിവസവും 6 മണിക്ക് എണീക്കുന്നു. രണ്ടാമത്തെ വാക്കാണ് ബ്രഷ്. ഓക്കെ, ബ്രഷ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മൾ പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന വസ്തുവിനെ പറയുന്ന പേരല്ലേ ബ്രഷ് എന്ന്. ഓക്കെ, അതിന് നമ്മൾ ടൂത്ത് ബ്രഷ് എന്ന് പറയും. പക്ഷെ ബ്രഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? പല്ല് തേക്കുന്നതിനെയാണ് നമ്മൾ ബ്രഷ് ചെയ്യുക എന്ന് പറയുക. ഓക്കെ, നമ്മുടെ പല്ല് രാവിലെ തേക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ബ്രഷ് ചെയ്യുക എന്ന് പറയുക. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണ വളരെ ഷോർട്ട് ഫോമിൽ നമ്മൾ ബ്രഷ് ഒന്ന് താ, അല്ലെങ്കിൽ എനിക്കൊരു ബ്രഷ് മേടിക്കണം എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ പല്ല് തേക്കുന്ന വസ്തുവിനെ നമ്മൾ ഉപയോഗിക്കുന്ന പേര് ടൂത്ത് ബ്രഷ്, അല്ലെങ്കിൽ അതിനുപയോഗിക്കുന്ന ലിക്വിഡിന് ഉപയോഗിക്കുന്ന പേര് നമ്മൾ ടൂത്ത് പേസ്റ്റ് എന്നൊക്കെയാണ്. ഓക്കെ, പക്ഷെ നമ്മൾ ബ്രഷ് ചെയ്യുക, പല്ല് തേക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുക? ബ്രഷ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. യു ഷുഡ് ബ്രഷ് യുവർ ടീത്ത് ട്വൈസ് എ ഡേ. നിങ്ങൾ എല്ലാ ദിവസവും 2 നേരം പല്ല് തേക്കണം. ഓക്കെ, അപ്പോൾ എപ്പോഴും ഡോക്ടേഴ്സൊക്കെ സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമല്ല 2 നേരം നമ്മൾ ബ്രഷ് ചെയ്യണമെന്നുള്ളത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാ? യു ഷുഡ് ബ്രഷ് യുവർ ടീത്ത് ട്വൈസ് എ ഡേ. ഓക്കെ, എൻ്റെ കൂടെ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു. യു ഷുഡ് ബ്രഷ് യുവർ ടീത്ത് ട്വൈസ് എ ഡേ. ഓക്കെ, മൂന്നാമത്തെ വാക്കാണ് ബാത്ത്. ഓക്കെ, ബാത്ത് എന്ന് പറഞ്ഞാൽ അറിയാം, കുളിക്കുക എന്നുള്ളതാണ് ബാത്ത്. ഓക്കെ, ഈ ബാത്ത് എന്നുള്ളതിന് പകരം നമ്മൾ മറ്റൊരു വേർഡ് ഉപയോഗിക്കും. എന്താണെന്ന് അറിയോ? ഷവർ. എന്താണ്? ഷവർ. ഓക്കെ, അപ്പോൾ 2 വാക്ക് കുളിക്കുന്നതിന് നമുക്ക് ഉപയോഗിക്കാം. ഒന്നുകിൽ ബാത്ത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഷവർ ഉപയോഗിക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഹി ടേക്സ് ബാത്ത് എവ്രി ഡേ. ഓക്കെ, ഹി ടേക്സ് ബാത്ത് എവ്രി ഡേ. അവൻ എല്ലാ ദിവസവും കുളിക്കുന്നു. ഓക്കെ, ഇത് സെയിം സംഗതി തന്നെ. ഹി ടേക്സ് ഷവർ എവ്രി ഡേ. ഓക്കെ, ഹി ടേക്സ് ഷവർ എവ്രി ഡേ. അവൻ എല്ലാ ദിവസവും കുളിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ബാത്ത് എന്നും പറയാം, ഷവർ എന്നും പറയാം. ഷവർ എന്ന് നമ്മൾ പ്രത്യേകിച്ച് ഉപയോഗിക്കുന്നത് നമ്മൾ ഷവറിന് കീഴെ നിന്ന് കുളിക്കുമ്പോഴാണ്. ഓക്കെ, ഐ ടുക്ക് ഷവർ ഇൻ ദ മോർണിംഗ്. ഓക്കെ, ഞാൻ ഇന്ന് രാവിലെ കുളിച്ചു എന്നൊക്കെ നമ്മൾ പറയാം. ഓക്കെ, അപ്പോൾ ബാത്ത് ഉപയോഗിക്കാം, ഷവർ ഉപയോഗിക്കാം. റൈറ്റ്. നാലാമത്തെ വാക്കാണ് വാഷ്. എന്താ? വാഷ്. ഓക്കെ, കഴുകുക. ഓക്കെ, വാഷ് എന്ന വാക്ക് നമുക്ക് വളരെ ഫെമിലിയർ ആണ്, വളരെ പരിചിതമാണ്, കാരണം നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, പക്ഷെ ലേണിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒരു എക്സാമ്പിൾ കൂടെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് ഏതാണ്? വാഷ്. ഓക്കെ, വാഷ്. ഓക്കെ, വാഷ് ഉപയോഗിച്ച് എങ്ങനെയാണ് നമുക്കൊരു സെൻറ്റൻസ് പറയാം? മൈ മദർ വാഷസ് ദ ക്ലോത്ത്സ് എവ്രി ഡേ. ഓക്കെ, എൻ്റെ അമ്മ എല്ലാ ദിവസവും തുണികൾ കഴുകണം. ഓക്കെ, മൈ മദർ വാഷസ് ദ ക്ലോത്ത്സ് എവ്രി ഡേ. ഓക്കെ, എൻ്റെ അമ്മ എല്ലാ ദിവസവും തുണികൾ കഴുകണം. ഒരു പ്രാവശ്യം കൂടി എന്ന് പറഞ്ഞാൽ മൈ മദർ വാഷസ് ദ ക്ലോത്ത്സ് എവ്രി ഡേ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് 5ാമത്തെ വാക്ക് നോക്കാം. ലിസൺ. ലിസൺ. ഓക്കെ, അതാണ് 5ാമത്തെ വാക്ക്. ഓക്കെ, ലിസൺ. കേൾക്കുക. ഓക്കെ, കേൾവി എന്നൊക്കെ പറയില്ലേ. ഓക്കെ, ലിസൺ. ഓക്കെ, അപ്പം നമ്മൾ പറയും മറ്റൊരാളെ കേൾക്കണം. ഓക്കെ, നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിന് ജോയിൻ ചെയ്യാറുള്ള എല്ലാവർക്കും ഞാൻ ലൈവ് സെഷൻ കൊടുക്കുമ്പോൾ പറയാറുള്ള ഒരു കാര്യമാണ്
ലിസണിങ് ആണ് ഏതൊരു ഭാഷ ലേൺ ചെയ്യുന്നതിൻ്റെയും ആദ്യ ഘട്ടം. അപ്പം ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ പോഡ്കാസ്റ്റുകൾ ലിസൺ ചെയ്യണം എന്ന് പറയും. ഓക്കെ, അപ്പം യു ഷുഡ് ലിസൺ ടു പോഡ്കാസ്റ്റ് ടു ഡെവലപ്പ് യുവർ കമ്മ്യൂണിക്കേഷൻ സ്കിൽ. ഓക്കെ, യു ഷുഡ് ലിസൺ ടു പോഡ്കാസ്റ്റ് ടു ഡെവലപ്പ് യുവർ ഇംഗ്ലീഷ് സ്കിൽസ്. ഓക്കെ, അപ്പം നിങ്ങൾ നന്നായിട്ട് പോഡ്കാസ്റ്റുകൾ ലിസൺ ചെയ്യണം നിങ്ങളുടെ ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പം എങ്ങനെ പറയാം? യു ഷുഡ് ലിസൺ ടു പോഡ്കാസ്റ്റ് ടു ഡെവലപ്പ് യുവർ ഇംഗ്ലീഷ് സ്കിൽസ്. ഓക്കെ, ഇംഗ്ലീഷിൻ്റെ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാൻ നിങ്ങൾ പോഡ്കാസ്റ്റുകൾ ലിസൺ ചെയ്യണം. ഓക്കെ, അപ്പോൾ ലിസൺ ചെയ്യുക, കേൾക്കുക എന്നുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ലിസൺ എന്ന് പറയാം. ഓക്കെ, ലിസൺ. ഓക്കെ, അപ്പം നമുക്കിനി ആറാമത്തെ വാക്കിലേക്ക് പോവാം. ആറാമത്തെ വാക്കാണ് എക്സ്പ്ലെയിൻ. ഓക്കെ, എക്സ്പ്ലെയിൻ. ഓക്കെ, വിശദീകരിക്കുക, വിശദീകരിക്കുക. ഓക്കെ, അപ്പം നമ്മൾ പറയാണ് ഹി എക്സ്പ്ലെയിൻ ടു മീ എവ്രിതിങ്. അവൻ എന്നോട് എല്ലാം വിശദീകരിച്ചു തന്നു. ഹി എക്സ്പ്ലെയിൻഡ് ടു മീ എവ്രിതിങ്. ഓക്കെ, അവൻ എന്നോട് എല്ലാം വിശദീകരിച്ചു തന്നു. ഹി എക്സ്പ്ലെയിൻഡ് ടു മീ എവ്രിതിങ്. ഓക്കെ, അവൻ എന്നോട് എല്ലാം വിശദീകരിച്ചു തന്നു. ഓക്കെ, നമ്മൾ വിശദീകരിച്ചു കൊടുക്കുക എന്ന് പറയില്ലേ? ഇപ്പം നമ്മളൊരു യാത്ര പോയി വന്ന് ആ യാത്രയെക്കുറിച്ച് നമ്മൾ വിശദീകരിച്ചു കൊടുക്കും ഇല്ലേ? അല്ലെങ്കിൽ നമ്മളൊരു പ്രോസസ്സ് ചെയ്യുന്ന, ഇപ്പോൾ കുക്ക് ചെയ്യുന്നതാണെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നമ്മൾ മറ്റുള്ളവർക്ക് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കും ഇല്ലേ? അപ്പം അല്ലെങ്കിൽ ഇതൊന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, ഇപ്പം ഞാൻ നിങ്ങളോട് അതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞാൻ നിങ്ങൾക്ക് ഇതെല്ലാം വിശദീകരിച്ച് തന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? വിശദീകരിക്കുക, വിശദീകരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഏഴാമത്തെ വാക്കാണ് അച്ചീവ്. ഓക്കെ, എന്താണ്? അച്ചീവ്. ഓക്കെ, നേടിയെടുക്കുക എന്നുള്ളതാണ് അച്ചീവ്. ഓക്കെ, നമ്മൾ പലപ്പോഴും പറയും, ഓക്കെ 5 വർഷത്തിനുള്ളിൽ എനിക്ക് ഇത്രയും കാര്യങ്ങൾ നേടിയെടുക്കണം. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ ഇന്ന കാര്യം നേടിയെടുത്തു, ഞാൻ മനസ്സിൽ ആഗ്രഹിച്ച കാര്യം ഞാൻ നേടിയെടുത്തു എന്നൊക്കെ പറയും. അപ്പം നേടിയെടുക്കുക എന്നുള്ളതിന് നമ്മൾ എന്താ ഒരു ഇംഗ്ലീഷ് വാക്ക് ഉപയോഗിക്കുക എന്നുള്ളതിനുള്ള ഒരു പരിഹാരമാണ് എന്ത്? achieve. Okay, achieve. Okay, he achieved his target. Okay, he achieved his target. Okay, അവൻ്റെ ടാർഗറ്റ് നേടിയെടുത്തു. ഓക്കെ, he achieved a position. അവനൊരു സ്ഥാനം നേടിയെടുത്തു. ഓക്കെ, he achieved a position. ഓക്കെ, അവനൊരു സ്ഥാനം നേടിയെടുത്തു. അപ്പോൾ നേടിയെടുക്കുക എന്നുള്ളതിനെയാണ് എന്ത് പറയുക? അച്ചീവ് എന്ന് പറയുക. ഓക്കെ, അഡ്വൈസ്. ഓക്കെ, അഡ്വൈസ് ആണ് എട്ടാമത്തെ വാക്ക്. ഓക്കെ, എന്താണ്? അഡ്വൈസ്. അഡ്വൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപദേശിക്കുക, ഉപദേശം കൊടുക്കുക. ഓക്കെ, നമ്മൾ ബഹുഭൂരിപക്ഷം ആളുകൾക്കും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് എന്ത്? നമ്മൾ ഉപദേശിക്കുന്നത് അല്ലേ? പക്ഷെ നമുക്ക് വലിയ ഇഷ്ടമാണ് മറ്റുള്ളവരെ ഉപദേശിക്കാനായിട്ട്. ഓക്കെ, അഡ്വൈസ് കൊടുക്കുക. അപ്പോൾ അഡ്വൈസ്, ഉപദേശം എന്നാണ് പറയുക. ഓക്കെ, അഡ്വൈസ്, ഉപദേശം. ഓക്കെ, യു ഷുഡ് അഡ്വൈസ് ദ യങ് വൺ. ഓക്കെ, താഴെയുള്ളവരെ നിങ്ങൾ ഉപദേശിക്കണം. ഓക്കെ, പോലീസ് അഡ്വൈസ്ഡ് the drunkard. Okay, police advised the drunkard. Okay, പോലീസുകാരൻ ഒരു കുടിയനെ ഉപദേശിച്ചു. ഓക്കെ, നന്നാവിടോ അല്ലെങ്കിൽ വണ്ടി ഇടിച്ച് ചാവും എന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഉപദേശിച്ചിട്ടുണ്ടാകുക. ഓക്കെ, the police advised the drunkard. ഓക്കെ, അപ്പം നമുക്കിനി 9ാമത്തെ വാക്കിലേക്ക് കിടക്കാം. അഫക്റ്റ്, ബാധിക്കുക. ഓക്കെ, അഫക്റ്റ്. ഓക്കെ, ബാധിക്കുക. നമ്മൾ പറയില്ലേ, കൊറോണ നമ്മളെ സാരമായിട്ട് ബാധിച്ചു. കൊറോണ അഫക്റ്റഡ് us very badly. ഓക്കെ, കൊറോണ അഫക്റ്റഡ് us very badly. ഓക്കെ, കൊറോണ നമ്മളെ വളരെ സാരമായിട്ട് വളരെ കാര്യത്തിൽ തന്നെ അങ്ങ് ബാധിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ബാധിക്കുക എന്നുള്ളതിനാണ് എന്നുള്ളത് പറയാം അഫക്റ്റ് എന്ന് പറയാം. അപ്പോൾ മറക്കണ്ട വേർഡ് അഫക്റ്റ്, ബാധിക്കുക, എന്നെ ബാധിക്കുന്ന. ഓക്കെ, ഇറ്റ് വോണ്ട് അഫക്ട് മീ. ഓക്കെ, അതെന്നെ ബാധിക്കില്ല. ഇറ്റ് വോണ്ട് അഫക്ട് മീ, അതെന്നെ ബാധിക്കില്ല. ഓക്കെ, അപ്പോൾ ബാധിക്കുക എന്നുള്ളതിനാണ് നമ്മൾ എന്തെന്ന് പറയാം? എഫക്റ്റ് എന്ന് പറയും. ഓക്കെ, 10ാമത്തെ വാക്കാണ് അഫ്രൈഡ്. അഫ്രൈഡ്. ഓക്കെ, പേടിക്കുക, പേടി എന്നുള്ളതൊക്കെയാണ് നമ്മൾ പറയുന്നത് അഫ്രൈഡ്. ഓക്കെ, ഐ ആം അഫ്രൈഡ് ഓഫ് ഹിം. എനിക്ക് അവന് പേടിയാണ്. ഓക്കെ, ഐ ആം അഫ്രൈഡ് ഓഫ് ഹിം. ഷീ ഈസ് അഫ്രൈഡ് ഓഫ് ഹിം. ഓക്കെ, അവൾക്ക് അവനെ പേടിയാണ്. ഓക്കെ, അഫ്രൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? പേടി. ഡോണ്ട് ബി അഫ്രൈഡ്. ഓക്കെ, പേടിക്കണ്ട. ഡോണ്ട് ബി അഫ്രൈഡ്. ഓക്കെ, പേടിക്കണ്ട. ഡോണ്ട് ബി അഫ്രൈഡ്. ഓക്കെ, അപ്പം പേടി എന്നുള്ളതിനാണ് നമ്മൾ എന്തെന്ന് വാക്ക് ഉപയോഗിക്കുക? അഫ്രൈഡ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കും. ഓക്കെ, അപ്പം മറക്കരുത്, ഞാൻ ഈ പഠിപ്പിച്ച് തരുന്ന വാക്കുകളൊക്കെ നിങ്ങൾ ഒന്ന് എഴുതിയെടുക്കണം കേട്ടോ. അതിൻ്റെ മലയാളം ഇംഗ്ലീഷും എഴുതിയെടുക്കണം. എന്നിട്ട് അതിൻ്റെ താഴെ നമ്മൾ ഈ പഠിപ്പിച്ച് തരുന്ന ഓരോ എക്സാമ്പിളും സെൻറ്റൻസ് വൈസ് എഴുതി വയ്ക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് എവിടെയൊക്കെ എങ്ങനെയൊക്കെ ഉപയോഗിക്കേണ്ടതെന്ന്. ഓക്കെ, അപ്പോൾ ഇതുവരെ നിങ്ങൾ എഴുതിയിട്ടില്ലെങ്കിൽ ഒന്ന് പോസ് ചെയ്തിട്ട് പിറകെ പോയി ആദ്യം തുടങ്ങി കണ്ടൊന്ന് എഴുതിയിട്ട് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണം കേട്ടോ. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ. അടുത്ത വാക്ക് അലൗ എന്നാണ്. അലൗ. ഓക്കെ, അനുവദിക്കുക. അലൗ, അനുവദിക്കുക. ഓക്കെ, അലൗ എന്ന് പറഞ്ഞാൽ എന്താ? അനുവദിക്കുക. പ്ലീസ് അലൗ മീ ടു ഗോ. ഓക്കെ, എന്നെ ദയവായി പോകാൻ അനുവദിക്കൂ. പ്ലീസ്
allow me to go. ഓക്കെ, എന്നെ പോകാനായിട്ട് അനുവദിക്കൂ. ഓക്കെ, allow എന്ന് എന്താ പറയാ? അനുവദിക്കുക. ഓക്കെ, പ്ലീസ് allow me to dance. ഓക്കെ, എന്നെ ഡാൻസ് കളിക്കാൻ അനുവദിക്കൂ. പ്ലീസ് allow me to study. എന്നെ പഠിക്കാൻ അനുവദിക്കൂ. പ്ലീസ് allow me to watch a film. ഓക്കെ, ഒരു സിനിമ കാണാൻ എന്നെ ഒന്ന് അനുവദിക്കൂ. ഓക്കെ, അനുവദിക്കുക എന്നുള്ളതിന് ഉപയോഗിക്കുന്ന വാക്കാണ് എന്ത്? allow. ഓക്കെ, allow. അപ്പോൾ നമ്മൾ 12ാമത്തെ വാക്കിലേക്ക് കിടക്കുകയാണ്. 12ാമത്തെ വാക്കാണ് ആൻഗ്രി. ആൻഗ്രി. ഓക്കെ, ആംഗ്രി എന്നുള്ള വാക്ക് നിങ്ങൾ മുന്നേ കേട്ടിട്ടുണ്ടാവും. ഒന്ന് ചിന്തിച്ചറിയാം. ആംഗ്രി ബേർഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കുറേ ഗെയിമൊക്കെ, കുറേ കിളികളെ നമ്മൾ പറത്തി വിട്ട് കുറേ പിഗുകളെയൊക്കെ കൊന്നു കളഞ്ഞിട്ടുള്ളതാണ് ആംഗ്രി. ആംഗ്രി എന്ന് പറഞ്ഞാൽ എന്താ? ആ പക്ഷിയുടെ മുഖം ഒന്ന് മനസ്സിലാലോചിച്ചാൽ മതി. എന്താണ്? ദേഷ്യം. ഓക്കെ, ആംഗ്രി, ദേഷ്യം. ഓക്കെ, നമ്മൾ പറയില്ലേ, ഡോണ്ട് ഗെറ്റ് ആംഗ്രി വിത്ത് മീ. ഓക്കെ, എന്നോട് ദേഷ്യം പെടരുത്, എന്നോട് ദേഷ്യം കാണിക്കരുത് എന്നൊക്കെ പറയും. ഓക്കെ, ഡോണ്ട് ഗെറ്റ് ആംഗ്രി വിത്ത് മീ, എന്നോട് ദേഷ്യപ്പെടല്ലേ എന്ന് പറയും അല്ലേ. ആംഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ദേഷ്യം. അപ്പിയർ, അതാണ് നമ്മുടെ 13ാമത്തെ വാക്ക്. ഓക്കെ, അപ്പിയർ എന്ന് പറഞ്ഞാൽ എന്താ? പ്രത്യക്ഷപ്പെടുക. ഓക്കെ, പ്രത്യക്ഷത്തിൽ വരിക, പ്രത്യക്ഷപ്പെടുക. ഓക്കെ, എന്താണ്? അപ്പിയർ. അപ്പിയർ. ഓക്കെ, പ്ലീസ് അപ്പിയർ ഇൻ ഫ്രണ്ട് ഓഫ് മീ. എൻ്റെ മുന്നിൽ ഒന്ന് പ്രത്യക്ഷപ്പെടും. പ്ലീസ് അപ്പിയർ ഇൻ ഫ്രണ്ട് ഓഫ് മീ. ഓക്കെ, ഗോഡ് അപ്പിയർഡ് ഇൻ മൈ ഡ്രീം. ഓക്കെ, ദൈവം എൻ്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു. എങ്ങനെയാ പറയാ? ഗോഡ് അപ്പിയർഡ് ഇൻ മൈ ഡ്രീം. ഓക്കെ, എൻ്റെ സ്വപ്നത്തിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടു. ഗോഡ് അപ്പിയർഡ് ഇൻ മൈ ഡ്രീം. ഓക്കെ, എൻ്റെ സ്വപ്നത്തിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടു. ഓക്കെ, അപ്പോൾ അപ്പിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രത്യക്ഷപ്പെടുക. ഓക്കെ, അപ്പോൾ മറക്കരുത്, വാക്കുകൾ എഴുതാനായിട്ട് മറക്കരുത്. എക്സാമ്പിൾസ് എൻ്റെ കൂടെ പറയാനും കൂടി ശ്രമിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിനി 14ാമത്തെ വാക്കിലേക്ക് പോവാം. ബിലീവ്. ഓക്കെ, ബിലീവ്. ഓക്കെ, ബിലീവ് എന്ന് പറഞ്ഞാൽ എന്താ? വിശ്വസിക്കുക. പ്ലീസ് ബിലീവ് മീ. ഓക്കെ, പ്ലീസ് ബിലീവ് മീ. എന്നൊന്ന് വിശ്വസിക്കുക. നമ്മൾ കൂട്ടുകാരോട് പറയില്ല, ചില എത്ര സത്യം പറഞ്ഞാലും അവന്മാർ വിശ്വസിക്കില്ല. അപ്പം നമ്മളൊന്ന് പറയും, പ്ലീസ് ബിലീവ് മീ, എന്നൊന്ന് വിശ്വസിക്കുക. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ പറയും, ഐ ബിലീവ് ഇൻ ഗോഡ്. ഓക്കെ, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. എങ്ങനെ പറയും? ഐ ബിലീവ് ഇൻ ഗോഡ്. ഓക്കെ, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ഓക്കെ, ഇതിനിടയിൽ നമ്മൾ ബിലീഫ് എന്ന് പറയും, അതിന് നമ്മൾ വിശ്വാസം എന്നാണ് പറയുക. ഇതിനെ വിശ്വസിക്കുക എന്നുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ബിലീവ്. ഓക്കെ, ബിലീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിശ്വസിക്കുക. ഓക്കെ, ദേ ഷുഡ് ബിലീവ് അസ്, അവർ നമ്മളെ വിശ്വസിക്കണം എന്ന് നമ്മൾ പറയും. ഓക്കെ, ബിലീവ്. ഓക്കെ, എന്താണ്? വിശ്വസിക്കുക. ഓക്കെ, വിശ്വസിക്കുക. അപ്പൊ നമ്മൾ അവസാനത്തെ വാക്കിലേക്ക് കിടക്കുകയാണ്. അവസാനത്തെ വാക്കാണ് ബ്ലെയിം. ബ്ലെയിം. ബ്ലെയിം എന്ന് പറഞ്ഞാൽ എന്താ? കുറ്റപ്പെടുത്തുക, കുറ്റം ചാരുക, പഴി ചാരുക എന്നൊക്കെയാണ് നമ്മൾ പറയാം. എന്ത്? ബ്ലെയിം. ഓക്കെ, they were blaming everyone. അവരെല്ലാവരെയും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. they were blaming everyone. ഓക്കെ, അവർ എല്ലാവരെയും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, ബ്ലെയിം എന്ന് പറഞ്ഞാൽ എന്താണ്? കുറ്റപ്പെടുത്തുക, പഴിചാരുക എന്നൊക്കെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് 15 ഇംഗ്ലീഷ് വാക്കുകളാണ്. ഓക്കെ, ഈ 15 ഇംഗ്ലീഷ് വാക്കുകൾ പഠിച്ചത് എന്തിനാണെന്നറിയോ? ഈ ഒരാഴ്ച കൊണ്ട് നമുക്ക് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഈ വാക്കുകൾ പഠിച്ചെടുത്താൽ മാത്രം പോരാ, നിങ്ങൾ ഇനി മുതൽ സംസാരിക്കുമ്പോൾ വീട്ടിലുള്ളവരായിട്ട്, കൂട്ടുകാരൊക്കെ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ വാക്കുകൾ നിങ്ങൾ മനഃപൂർവ്വം ഓരോ സ്ഥലങ്ങളിൽ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു 2 വാക്ക് വെച്ചിട്ട് 2 സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്ത് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. നമുക്കതൊരു പ്രാക്ടീസ് കൂടെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ധൈര്യമായിട്ട് ഈ വാക്കുകളൊക്കെ പഠിക്കുക. ഇതുപോലെ ഇനിയും വീഡിയോസ് നമ്മൾ ചെയ്യും. ആ വീഡിയോസിലൂടെ നമ്മൾ പുതിയ 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 വാക്കുകൾ നമ്മൾ പഠിച്ചെടുക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇംഗ്ലീഷ് പഠിക്കണം കേട്ടോ. നമുക്ക് കുറച്ച് നാളുകൾക്കുള്ള നന്നായിട്ട് ഭംഗിയായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. ഓക്കെ, ഇനി കൂടാതെ നിങ്ങൾക്ക് നമ്മുടെ പേഴ്സണൽ ട്രെയിനറൊക്കെ ആയിട്ട് ഇംഗ്ലീഷ് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാനൊക്കെ ആയിട്ട് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൽ അതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് നമ്മുടെ ട്രെയിനേഴ്സൊക്കെ ആയിട്ട് സംസാരിച്ച് ഇംഗ്ലീഷ് പഠിക്കും. ഓക്കെ, അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ലിൻറ്റോ.